എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു ഫില്ലിംഗ് ആണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടെടുത്താണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇതൊരു ചെറിയൊരു സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ സവാള കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. സവാള നമ്മൾ ഒരുപാട് വഴറ്റിയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, സവാള ചെറിയതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇതുപോലെ പൊടിച്ചെടുത്താണ്, അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയിട്ടെടുക്കാം. സവാളയും ചെറിയതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ആയാലും നമ്മൾ ഒരുപാടങ്ങ് വേവിച്ചങ്ങ് എടുക്കരുത്, ചെറിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ വെജിറ്റബിൾ റോളൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറിയതായിട്ട് ഒരു വെജിറ്റബിൾസ് നമുക്ക് കടിക്കാൻ കിട്ടത്തില്ലേ, ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ഒന്ന് ആക്കിയിട്ടെടുത്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് പോകാതെ തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരു പകുതി നമുക്ക് ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പകുതിയോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ച ചവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ആണ്. ഈ ഒരു പിസ്സ സോസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിസ്സ സോസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫില്ലിങ്ങിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ 2 കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഈ ഓരോ മുട്ടയും നമുക്ക് ഒരു 4-5 ആയിട്ട് ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡ് എടുക്കാതിരിക്കുക. അത്യാവശ്യം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ഈ ഒരു മൊരിഞ്ഞിട്ടുള്ള 4 വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിൻ്റെ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു 4 വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് ഒരു 1.5 ടീസ്പൂണോളം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് നമ്മൾ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുത്ത് നിറയ്ക്കരുത്, ആ ഒരു സൈഡൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പിന്നീട് ബുദ്ധിമുട്ടാവും. മുട്ടയും നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിൽ അങ്ങ് വെച്ച് കൊടുക്കരുത്. ഞാൻ ഒരു മുട്ട ഒരു 4-5 എണ്ണമായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏതാ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ഒരു കട്ട് ചെയ്ത ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു മൈദയുടെ ഒരു മിക്സില്ലേ ഇത് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡെല്ലാം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കാം.
ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രെഡിന് അനുസരിച്ച് മാത്രം വെച്ച് കൊടുക്കുക. ഫില്ലിങ് കൂടിപ്പോയാലും നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പ്രയാസമാവും. അപ്പോൾ ഈ ഒരു സൈഡെല്ലാം ചെറിയതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ബ്രെഡും എടുത്തിട്ട് മുറിഞ്ഞിട്ടുള്ള ഒരു 4 വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡിനകത്ത് എല്ലാം തന്നെ ഞാനൊരു ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 2 മുട്ടയാണ്. ഈ ഒരു മുട്ടയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഒരു മുട്ടയും പാലും നല്ല പോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു നെയ്യ് അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെയും ഒരു മിക്സിനകത്ത് നല്ല പോലെ തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. തീ ഒരുപാട് നമ്മളങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മളിത് മുട്ടയിൽ മുക്കിയതായതുകൊണ്ട് തന്നെ ഒരു സൈഡും എല്ലാം തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എല്ലാം തന്നെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡും മുട്ടയും എല്ലാം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങിനാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വെജിറ്റബിൾ റോളിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പുഴുങ്ങിയ ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. കുറച്ച് നെയ്യോ ഓയിലോ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നോമ്പ് തുറക്കെ ആണെങ്കിലും 4 മണി ചായയുടെ ഒക്കെ ഒപ്പം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതുപോലെ ഈ ഒരു സ്നാക്സ് ഒക്കെ നമ്മൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. എങ്കിലും നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.